യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ, പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഇന്നേ തന്നെ നമ്മൾ ചിന്തിക്കുന്നത് 2 ചോദ്യങ്ങളാണ്. നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു? ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ ദൈവദൂതൻ ഹാഗാറിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു? നമുക്ക് ആത്മപരിശോധന ചെയ്യാം. നാം എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു? നാം ദൈവത്തിൽ നിന്ന് വരുന്നു, ദൈവത്തിലേക്ക് തിരിച്ചു പോകുന്നു. ഈ ഒരു ബോധ്യം കർത്താവിൻ്റെ മക്കൾക്കുണ്ടാകണം. ദൈവമാണ് നമ്മളെ മെനഞ്ഞെടുത്തത്, ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചത്, ദൈവത്തിൽ നിന്നാണ് നാം വരുന്നത്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞ് വിശദീകരിച്ചു. എല്ലാവരും നമ്മളെ കാണുന്നതിന് മുമ്പ്, അറിയുന്നതിന് മുമ്പേ നമ്മളെ കണ്ടവനും അറിഞ്ഞവനുമാണ് ദൈവം. അവനാണ് നമ്മളെ മെനഞ്ഞെടുത്തത് എന്ന് സങ്കീർത്തന പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. നിനക്ക് രൂപം നൽകിയത് അവിടുന്നാണ്, ദൈവത്തിൽ നിന്ന് നാം വരുന്നു. ഇനി നമ്മൾ തിരിച്ചു പോകുന്നത് എങ്ങോട്ടാണ്? ദൈവത്തിലേക്കാണ്, സ്വർഗത്തിലേക്കാണ്. അതുകൊണ്ടല്ലേ കർത്താവിൻ്റെ വചനം പറയും നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. ഈ ഒരു ബോധ്യത്തോടെ നമ്മൾ ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കണം. ഈശോടൊപ്പമുള്ള യാത്ര അത് നമുക്ക് സന്തോഷമുള്ളതാണ്, സൗഭാഗ്യമുള്ളതാണ്, ഐശ്വര്യം നിറഞ്ഞതാണ്, അനുഗ്രഹമുള്ളതാണ്. എന്നാൽ ഈശോയിൽ നിന്ന് അകന്നു പോകുന്ന എല്ലാ യാത്രകളും അപകടത്തിലേക്കാണ്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരിക ധൂർത്തപുത്രൻ്റെ ഉപമയാണ്. ആ പിതാവിൻ്റെ അടുത്ത്, അപ്പൻ്റെ അടുത്ത് എല്ലാ മകനും ഉണ്ടായിരുന്നു. ഇടയ്ക്ക് വെച്ച് തോന്നി ഇതൊന്നും പോരാ, എനിക്ക് ഇനിയും വേണം, എനിക്ക് കുറച്ച് സുഖങ്ങളൊക്കെ ആസ്വദിക്കണം. പിതാവിൽ നിന്ന് അകന്നു പോവുകയാണ്. അടുത്തിരിക്കേണ്ട മകൻ അകലേക്ക് യാത്രയാകുകയാണ്. എന്നിട്ട് അവസാനം ലഭിച്ചെന്ന ഒരു പന്നിക്കൂട്ടിലായിരിക്കേണ്ട ഒരവസ്ഥ. പന്നി തിന്നിരുന്ന തവിടെങ്കിലും കൊണ്ട് വയറ് നിറയ്ക്കാൻ അവൻ ആശിച്ചു. ഒരു പന്നിയുടെ അവസ്ഥയിലേക്ക് അവൻ അധപതിക്കുകയാണ്. പിന്നെ ഇങ്ങനെ ഒരു സുബോധം ഉണ്ടായി പിതാവിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പോൾ വീണ്ടും സമൃദ്ധി ഉണ്ടാകുകയാണ്, ഐശ്വര്യം ഉണ്ടാകുകയാണ്, അനുഗ്രഹം ഉണ്ടാകുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലായിരിക്കുമ്പോൾ നിൻ്റെ അവസ്ഥ എന്താണ്? പന്നിക്കൂട്ടിലാണോ? പാപാവസ്ഥയിലാണോ? പാപത്തിൻ്റെ ചെളിക്കുണ്ടിലാണോ? നീ തിരിച്ചറിയണം. പാപാവസ്ഥയിലാണെങ്കിൽ സുബോധം എൻ്റെ അടുത്ത് തിരിച്ചു വരണം, പിതാവിൻ്റെ അടുത്തേക്ക് വരണം, ഈശോയുടെ അടുത്തേക്ക് വരണം. ഈശോയുടെ അടുത്തുള്ള യാത്ര, ഈശോയുടെ കൂടെയുള്ള യാത്ര വളരെ ഒരു എനർജറ്റിക്കാണ്, സന്തോഷം നമുക്ക് തരുന്നതാണ്, ഒരു എനർജി നൽകുന്നതാണ്. അപ്പോൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ എമ്മാവൂസിലേക്ക് പോയി ശിഷ്യന്മാരെ കുറിച്ച് നമ്മൾ കാണും. അവരുടെ മുന്നിലൊക്കെ അന്ധകാരമാണ്. പക്ഷേ ഈശോയുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവർ അവർക്കൊരു കോൺഫിഡൻസ് ഫീൽ ചെയ്യുകയാണ്, വലിയൊരു ആത്മവിശ്വാസം. അവർ ഈശോയോട് പറയുന്നത് നീ ഞങ്ങളുടെ കൂടെ താമസിക്കുക. കാരണം എന്താ? ആ സമയം അവർക്ക് വലിയൊരു അനുഗ്രഹവും പ്രത്യാശയും ധൈര്യം നൽകുന്ന ഒരു അനുഭവമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈശോയോടൊപ്പമുള്ള യാത്ര സന്തോഷം നിറഞ്ഞതാണ്. അപ്പോൾ നാം ദൈവത്തിൽ നിന്ന് വരുന്നു, ദൈവത്തിലേക്ക് തിരിച്ചു പോകേണ്ടവരാണ്, സ്വർഗത്തിലേക്ക് തിരിച്ചു പോകേണ്ടവരാണ്. ഈ ലോകത്തിൽ അതിനനുസരിച്ച് നമ്മൾ ജീവിക്കണം. പാപാവസ്ഥയിലാണോ? ധൂർത്തപുത്രനെ പോലെ പിതാവിൻ്റെ അടുത്തേക്ക്, ഈശോയുടെ അടുത്തേക്ക് നമ്മൾ തിരിച്ചു വരണം. ഈശോടൊപ്പം യാത്ര ചെയ്യുക. കുറേ അനുഗ്രഹവും ഐശ്വര്യമൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നല്ല ഈശോയെ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോടൊപ്പം എന്ന് യാത്ര ചെയ്യുവാൻ, ഓരോ നിമിഷവും യാത്ര ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. സ്വർഗത്തിൻ്റെ വലിയ അനുഗ്രഹം മക്കൾക്ക് അതിനായി നൽകണമേ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.